ലൈവ് ന്യൂസ് പുതുക്കാട്. ചെങ്ങാലൂർ എസ്.എൻ. പുരത്ത് സ്വകാര്യ വ്യക്തി വളർത്തുനായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിട്ട് ഭീതി പരത്തുന്നതിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ വ്യാജ പരാതി നൽകുന്നതായി ആക്ഷേപം. തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് വളർത്തുന്ന സ്വകാര്യ വ്യക്തിയാണ് പഞ്ചായത്ത് അംഗങ്ങൾക്കും നാട്ടുകാർക്കും പോലീസിനുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിടുന്നത് പതിവായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിനെതിരെ ശാശ്വത നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എസ്.എൻ. പുരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നിരുന്നു. മേഖലയിലെ 2 വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത വാർഡ് മെമ്പർമാർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ 19 പേർക്കെതിരെയാണ് സ്വകാര്യ വ്യക്തി പരാതി നൽകിയിരിക്കുന്നത്. നായ്ക്കളെ റോഡിലേക്ക് അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. നിരവധി തവണ പുതുക്കാട് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് മാസങ്ങളായി സ്വകാര്യ വ്യക്തി നായ്ക്കളെ അഴിച്ചുവിട്ട് ഭീതി പരത്തുന്നത്. ഇതിനെതിരെ പ്രതികരിച്ച നാട്ടുകാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനാണ് സ്വകാര്യ വ്യക്തി വ്യാജ പരാതി നൽകിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ പുതുക്കാട് പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പറാണ്. ഞാനിവിടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മുടെ തൊട്ട് ഒരു വീട്ടിലെ അവർ കുറേ പട്ടികളെ വളർത്തുകയാണ്. പട്ടികളെ വളർത്തുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭീഷണി. ഈ കുഞ്ഞു കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഒക്കെ ഓടിപ്പിക്കുകയാണ്, കുട്ടികൾ വീഴുന്നുണ്ട്. ഒരുപാട് വണ്ടികളിൽ പോണവർക്ക്, ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ പോണവർക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റുകയാണ്. നമ്മൾ ഒരുപാട് തവണ അവരുടെ സംസാരിച്ചെങ്കിൽ അപ്പോൾ നമ്മൾക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അത്രയും പോലും നമ്മൾ സ്റ്റേഷനിലും പഞ്ചായത്തിലും എല്ലായിടത്തും നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ ഒരു കാര്യത്തിനും നമ്മളോട് സഹകരിക്കുന്ന മനോഭാവമല്ല കാണുന്നത്. അവർ തിരിച്ച് പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. ഇത്രയും ജനങ്ങളുടെ ഒരു മനോവിഷമം അതുപോലെ തന്നെയാണ്. പക്ഷേ അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഈ പട്ടിശല്യം മൂലം. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.